അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം മൂന്നാറിലേക്ക് വന്നിരിക്കുകയാണ്. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പോയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മൂന്നാർ തന്നെയാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് മൂന്നാർ എന്താണ് ഇത്ര കാണാനുള്ളത്, മൂന്നാർ മടുക്കാറില്ല എന്നൊക്കെ ചോദിക്കാറ്. മൂന്നാർ മടുക്കാറില്ല. നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറാണ്. പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ് മൂന്നാറിൻ്റെത്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഫ്രീ ടൈംസൊക്കെ മൂന്നാർ പോകാറുണ്ട്. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് മൂന്നാർ പോകാൻ പറ്റാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതേ മൂന്നാറിലേക്ക് വന്നിരിക്കുവാണ്. ഇപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഒരു റിസോർട്ടാണ് മൂന്നാറിലുള്ള. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നടന്ന് പാട്ടൊക്കെ പോവാണ്. പിന്നെ എൻ്റെ കുറച്ച് സ്ലോ വീഡിയോസ് എടുത്താണ് റീൽസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്യുവാണ്. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ആകെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. 1 ഡേ ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. അത് കാരണം ഞങ്ങൾ അധികം സ്ഥലങ്ങളിൽ നിന്നും മൂന്നാർ സിറ്റിയിലായിട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ മൂന്നാറുള്ള ലോക്കൽ സ്ഥലങ്ങൾ മാത്രം, 4 ലോക്കൽ സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ റൂമൊക്കെ ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ നടക്കുവാണ് കാണുന്നത്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങി, വണ്ടിയൊക്കെ റെഡിയാക്കി. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതാണ് കുളം, ഈ കാണുന്നതാണ് കുളം, നല്ല ആഴമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു എസ്റ്റേറ്റിലേക്കാണ്. അത് അവിടെ നിറയെ ഏലക്ക കൃഷിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബാപ്പയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ എറണാകുളത്തെ ലൈഫിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അയ്യോ ടെൻഷനായി. ഈ കൈ പിടിക്കാല്ലേ? ഇവിടെ ഇത് ലോക്കാണോ? അത് വേറെ എടുക്കണില്ല. ലോക്കല്ലേ മനുഷ്യ? കൈ 2 വിട്ടാ കുഴപ്പമില്ലല്ലേ? ഇങ്ങനെ പറന്നു പോയി. അതൊക്കെയായിരുന്നു. രണ്ടാമത് നമ്മൾ കൂടിയാണ് കയറുന്നത്. താഴത്ത് നല്ല വലിയ മരങ്ങളാണ് കാണുന്നത്. നല്ല ഹൈറ്റാണ്. നമ്മൾ കാണുന്നത് പോലെയല്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കയറിയത് നമ്മൾ ജെയിൻറ്റ് സ്വിങ്ങിലാണ്, ഊഞ്ഞാലാട്ടത്തിലേക്കാണ് നമ്മൾ പോരുന്നത്. ഊഞ്ഞാലാട്ടത്തിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലാട്ടത്തിലേക്ക് കയറി. ഊഞ്ഞാലാട്ടത്തിലേക്ക് ഇങ്ങനെ പൊക്കി നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജെയിൻറ്റ് സ്വിങ്ങാണ്. ഭയങ്കര ഹൈറ്റാണ്. നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല. ഇപ്പോൾ ഉണ്ട്. അവർ പറഞ്ഞൊരു തമാശ നിങ്ങൾ കേട്ടായിരുന്നോ? ഇന്ന് സമയം പോക്കില്ലേടാന്ന് പറഞ്ഞപ്പോൾ അവർ ഇപ്പം ഉണ്ടെന്ന്, അവർക്ക് എന്തോ സമയം പോക്കായത്രേ. പിന്നെ ഞങ്ങൾ വന്നപ്പോഴാണ് സമയം പോക്കായെന്ന്. വലിച്ചു മേടിച്ചിട്ടുണ്ട്. ഇനി എത്താനൊന്നും ഇല്ലാല്ലേ? തന്നെ പേടിയാവണ്. എല്ലാം കർത്താവ് കാത്തോളൂ. ശരിക്കും അതിങ്ങനെ വിട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും പേടിച്ചു പോകണം. ആ വിട്ട് പോകുന്ന ആ ഒരു 2 സെക്കൻഡ്സാണ് നമ്മൾ ശരിക്കും പേടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അത് അടിപൊളി. ആ വിടുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമുക്ക് നമ്മുടെ വയറിനകത്തുനിന്ന് എന്തോ ഒന്ന് പറന്നു പോകുന്ന പോലെ തോന്നും. സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി തരും. ഒരു സെക്കൻഡ് ആട്ടം കൂടി നമുക്ക് തന്നായിരുന്നു. അതുകൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതാണ്. നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് ഇതുള്ളത്. അടിമാലി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ശ്മശാനത്തിൻ്റെയൊക്കെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. പോകുന്നവരൊന്ന് ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തതിലേക്ക് നമ്മളെ കയറ്റി ഇരുത്തിയിരിക്കുവാണ്.
മേളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിക്കണം. ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പേടിയില്ല കേട്ടോ. ഗബ്രി ഭയങ്കര ഗബ്രിക്ക് ഇങ്ങനെ സ്കൈ ഡൈവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗബ്രിക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി കയറിയിരിക്കുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടി തന്നെയുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ വലിയ പേടിയില്ലാത്ത ഒരാളെ പോലെ കയറിയിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ കമ്പിയും സ്ക്രൂ ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ലേ, ഇതെങ്ങനെ പൊട്ടിപ്പോകുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ പൊങ്ങി പോകുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ കുറുകുറു സൗണ്ടുകൾ കേൾക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുകയാണ്. ശരിക്കും പേടിച്ചുള്ള നിമിഷങ്ങളായിരുന്നു. നോക്കിക്കോളൂ. ഒരു കൊല്ലല്ലേ ഇവിടെ കറക്റ്റ് ബഞ്ചമ്പി മോഡലാണ് അതല്ലേ. സൂപ്പറായിട്ട് എല്ലാവരും വരിക. അതെ, അവർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ ബോയ്സ് എല്ലാം നല്ല അടിമാനമുള്ള ബോയ്സ് ആയിരുന്നു. അവർ നല്ല കമ്പനിയായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരുപാട് ആളുകൾ, നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പോൾ ഇത് ഒരേ തട്ടായിട്ട് ഇത് കയറിപ്പോകുന്നല്ല. ഇതിപ്പോൾ നമ്മൾ താഴത്തതിൻ്റെ അടുത്ത തട്ടാണ്. ഇത് 4 തട്ടുകളായിട്ടാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ താഴെന്ന് പറയുന്നത് ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ദേവികുളത്തേക്ക് വരുമ്പോൾ ഒരു ശ്മശാനമൊക്കെ ഉള്ളല്ലോ, ശ്മശാനത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും. ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെടും. ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം നിറഞ്ഞ് ഒഴുകുവാണ്. 3 സ്ഥലങ്ങളിൽ പോകുമ്പോൾ സൂക്ഷിക്കണം.